ഹലോ, ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റഡ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2023, അതായത് നമ്മുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അഫിലിയേറ്റഡ് പ്രോഗ്രാം, അതായത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വെർത്താണോ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഉദാഹരണ സഹിതം ഞാൻ എല്ലാം സ്റ്റെപ്പായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഒരു ലൈക്ക് അടിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുന്ന കാരണം കൂടുതൽ പേരിലോട്ട് ഈ യൂട്യൂബ് വീഡിയോ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അൽഗോരിതം അപ്പോൾ സഹായിക്കും. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇതുപോലത്തെ ഒരു ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ കുറേ പ്ലാറ്റ്ഫോം നമുക്ക് അവർ തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ആമസോണിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനും ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ആമസോൺ അസോസിയേറ്റിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, എൻ്റെ ഏണിംഗ് സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 132 രൂപയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ക്ലിക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു വേറൊരു ചാനലും കൂടെ ഉണ്ട്. ആ ചാനലിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാനൊരു ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുവഴി എനിക്ക് ഏറ്റവും കൂടുതൽ കുറേ പേര് ആ പ്രോഡക്റ്റിൽ, ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തതിന് കാരണം ഓരോരുത്തരും അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യും, അവർ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചല്ല, ആ ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് വഴി ആ പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഭാഗം കമ്മീഷൻ ആമസോൺ എനിക്ക് തരും. ഓക്കെ, അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങാം എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ തുടങ്ങാം എന്നുള്ളത് കംപ്ലീറ്റ്ലായിട്ട്, അതായത് സ്റ്റെപ്പായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമുക്കൊരു നോർമൽ, എന്തായാലും എല്ലാവർക്കും ഒരു ആമസോൺ അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ 2-3 പേര് ഒരുമിച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആമസോണിൻ്റെ അസോസിയേറ്റഡ് പ്രോഗ്രാമിൽ ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ തന്നെ ആ ലിങ്ക് മറ്റേ തൊട്ടടുത്തുള്ള ആൾക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അതുവഴി വാങ്ങുക. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു 3000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസും എല്ലാം കൂടെ വെച്ചിട്ട് 3000 ആയിരിക്കും. അപ്പോൾ അഡീഷണലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റിന് ഒരു 2800 രൂപ അടുപ്പിച്ച് മാത്രമേ ആവുള്ളൂ. അപ്പോൾ 200 രൂപ നമുക്ക് വീണ്ടും അവിടെ നിന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് അഫിലിയേറ്റഡ് പ്രോഗ്രാം ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു ബിസിനസ് മോഡലാക്കി എടുക്കണം എന്നുള്ളവർക്ക് ഉള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഓക്കെ, ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ചേരുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പൈസയും ചിലവില്ല. അതായത് ഒറ്റ പൈസയും ചിലവില്ല. കാരണം നമുക്ക് ആമസോണിന് പൈസ കൊടുക്കണ്ട, ബാക്കിയുള്ള ഒരു കാര്യത്തിന് നമുക്ക് പൈസ കൊടുക്കണ്ട. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ലെജിറ്റ് മെത്തേഡാണ്. ഓക്കെ, അത് എങ്ങനെ തുടങ്ങാമെന്നുള്ളത് നിങ്ങൾ കണ്ടുനോക്കുക. എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. അതായത് യൂട്യൂബ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം, ഫേസ്ബുക്ക് വഴി വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ വഴിയിട്ട് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. ഷെയറബിൾ ലിങ്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, അപ്പം ഇൻസ്റ്റഗ്രാം നിങ്ങൾക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റഗ്രാമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറിയിൽ തന്നെ അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിട്ട് ഡയറക്റ്റ് ആമസോണിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷനിലൊരു എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അവൻ്റെ നമ്പറും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തേക്കാം. അവനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരണം ഏത് തരത്തിലുള്ള വെബ്സൈറ്റ് വേണമെങ്കിലും അവർ ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അടുത്ത പിൻട്രസ്റ്റ്. ഓക്കെ, ഈ പിൻട്രസ്റ്റ് ഒരു സെക്ഷനിലോട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, ഞാൻ പിൻട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതാണ് എൻ്റെ പിൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് നോർമലായിട്ടുള്ള പിൻട്രസ്റ്റ് അക്കൗണ്ട് അല്ല നമുക്ക് വേണ്ടത്. ഇതിനൊരു വേറെ തരത്തിലുള്ള പിൻട്രസ്റ്റ് അക്കൗണ്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമുക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഓരോരോ ഇമേജസ്. ഈ ഇമേജസ് ഒന്നും നമുക്ക് സ്വന്തമായിട്ട് എടുക്കണമെന്നില്ല. അതായത് ഇപ്പോൾ ആമസോണിൽ തന്നെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ക്ലോത്തിനെ കുറിച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറേ ഫോട്ടോസ് നമുക്ക് കിട്ടും. ആ ഫോട്ടോസ് തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യാം, പിൻട്രസ്റ്റിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ പിൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗേൾസാണ്. അതായത് ഒരു 90% ഗേൾസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അവർ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സെലക്ഷനും ഡ്രസ്സിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യും,
ഈ പിൻട്രസ്റ്റിലായിട്ടായിരിക്കും അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഒരു വെബ്സൈറ്റിലോട്ട് നേരെ ഡയറക്റ്റായിട്ട് അവർ പോകാൻ കണക്കിന് ഈ ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോവുക. ഓക്കെ, ഈ സാരി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോവുക, അതായത് HCയിൽ പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഉത്സവ് ഫാഷനിൽ പോവുക. ഓക്കെ, ഇതിൽ നിന്ന് ഡയറക്റ്റ് ലിങ്ക് വഴി അവർ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലോട്ട് പോകും. ഈ വെബ്സൈറ്റ് വഴി നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് നേരത്തെ കൊടുത്തിരുന്ന ആൾക്ക്, അതായത് ഇവിടെ പിൻ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റ് വഴിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കമ്മീഷൻ കിട്ടും. ഓക്കെ, പിൻട്രസ്റ്റാണ്. പക്ഷേ പിൻട്രസ്റ്റിൽ ഇപ്പം ഞാൻ ആമസോണിൽ ഞാനൊരു പിൻ ചെയ്തതാണ്, ഇതേപോലെ ഡ്രസ്സിൻ്റെതാണ്. പക്ഷേ അത് ലോക്കായാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ആമസോണിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഇതുപോലത്തെ അഫിലിയേറ്റഡ് എന്നുള്ളത്, അതായത് ജെനുവിൻ ആയിട്ടുള്ള അഫിലിയേറ്റഡ് പ്രോഗ്രാം വഴി നമുക്ക് പിൻട്രസ്റ്റ് വഴി ചെയ്യുന്നത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ ഐഡിയ പോലെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു ടെക് ചാനലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു 5 മൊബൈൽ ഫോൺ 20,000 രൂപയ്ക്ക് താഴെയുള്ള 5 ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനിലുള്ള മൊബൈൽ ഫോൺസ്, ഓക്കെ, ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെ അതിപ്പോൾ 5 നമ്മുടെ മൊബൈൽ ഫോണാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ 1, 2 നമ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് ഓരോ ലിങ്ക് വഴി ഇങ്ങനെ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളപ്പം എൻ്റെ വീഡിയോ കണ്ടു, മറ്റേ വീഡിയോ കണ്ടെന്ന് വയ്ക്കുക. അത് ചെയ്തതിന് ശേഷം അതിലെങ്ങനെ നമുക്ക് ഈ ലിങ്ക് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് അടുത്തതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ വരുമ്പോൾ നോർമലി, അതായത് നിങ്ങളിപ്പോൾ സാധാ ബൈ ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ആമസോണിലൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഇതേപോലെ ഒരു സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത് നിങ്ങൾ ആമസോൺ അസോസിയേറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതായത് ഗെറ്റ് ലിങ്കിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ടെക്സ്റ്റ്, ഇമേജ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ലാവയുടെ തന്നെ എടുക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് പ്ലസ് ഇമേജ് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ലിങ്ക്, ഇതൊരു ഷോർട്ട് ലിങ്കാണ്, അതായത് കുഞ്ഞു ലിങ്കാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഞാൻ എന്ത് ചെയ്യുകയാണ്, പിൻ ചെയ്ത് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതുവഴി ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോണൊന്ന് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഒരു 5%, 6% എനിക്ക് നേരെ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ അറിയാൻ പറ്റും എത്രയാണ് ഇവിടെ, ആരാണ് ഓർഡർ ചെയ്തതെന്നല്ല, എത്ര പേര് ഓർഡർ ചെയ്തു, അതിൻ്റെ റേറ്റ്, നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇത് ഓർഡർ ചെയ്ത ഉടനെ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരത്തില്ല. അവർ ഓർഡർ ചെയ്ത് അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ വരുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ സ്കീം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നിങ്ങൾ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കൊരു ബിസിനസ് മോഡൽ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഞാൻ ഗൂഗിളിൽ വന്നിട്ട് ഇപ്പം ടോപ്പ് 5 മൊബൈൽ അണ്ടർ 20,000 എന്ന് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റ് കാണാം. 91 മൊബൈൽസ്, മൈ സ്മാർട്ട് പ്രൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ 91 മൊബൈൽസിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഉദാഹരണം ടോപ്പ് മൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് തുടങ്ങുകയെന്ന് വയ്ക്കാം. ഓക്കെ, ഈ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ ഒരു ഉപയോഗം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വെബ്സൈറ്റ് ആമസോണിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കൂടുതലായിട്ട് ട്രാഫിക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസിൽ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഇത് കിട്ടും, അതായത് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഷെയറബിൾ ലിങ്ക്സ് കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത്, ഗൂഗിളിൽ തന്നെ കുറേ ആഡ്സും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വരുമാനമാവും, ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിലും വരുമാനമാവും. ഓക്കെ, നിങ്ങൾക്ക് അത് വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കൂട്ടാറുണ്ട്, അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, ആ വെബ്സൈറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അത് നിങ്ങളൊന്നും കൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു സാംസങ് ഗാലക്സി M34 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ലിങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സാംസങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവരിനി വലിയ ആൾക്കാരായതുകൊണ്ട് സാംസങ്ങിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ വല്ലതും ചേർന്നിട്ടുണ്ടാകുമോ എനിക്കറിയില്ല. ഓക്കെ, ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആമസോൺ ജസ്റ്റ് ഓണായി വരുന്നു. ഓക്കെ,
ഈ ഓണായി വരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഇത് വാങ്ങുന്നുണ്ടല്ലോ, ഈ ഞാൻ ബൈ നൗ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു 5% ഈ 91 മൊബൈൽസിൻ്റെ അവർക്ക് എന്താണ് അഫിലിയേറ്റഡ് പ്രോഗ്രാം, അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെ അവരുടെ അക്കൗണ്ടിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. വെബ്സൈറ്റ് വഴി ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ഐഡിയ ഇല്ല, അതായത് നിങ്ങൾക്കിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, അതായത് 5 കിഡിലൻ വാച്ച്, 1000 താഴെയുള്ള 5 കിഡിലൻ വാച്ച്, ഇപ്പോൾ ഗേൾസിനായിക്കോട്ടെ ബോയ്സിനായിക്കോട്ടെ ആർക്ക് വേണോ ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ 10,000 താഴെയുള്ള നല്ല മൊബൈൽ ഫോൺസ്, ഇല്ലെങ്കിൽ 20,000 താഴെയുള്ള നല്ല മൊബൈൽ ഫോൺസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ എടുത്തതിന് ശേഷം ഇവരുടെ സൈറ്റുകളിലൊക്കെ പോവുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനിൽ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഇവർ കൊടുത്തിരിക്കും, നിങ്ങളൊരു 5 സെലക്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ 10 സെലക്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ പോയതിന് ശേഷം ഈ ഫോണുകളുടെ മോഡൽ നമ്പർ, ഇപ്പോൾ സാംസങ് ഗാലക്സി M34 എന്നടിക്കുക. അപ്പോൾ സാംസങ് തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോക്കോ X5 എന്നടിക്കുക. ഇതിൻ്റെ ഒഫീഷ്യൽ വീഡിയോസ് അവർ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് തന്നെ നിങ്ങൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്യുക, എന്നിട്ട് റീറൈറ്റ് ചെയ്യുക. ഓക്കെ, റീറൈറ്റ് ചെയ്യുന്നതിന് ക്വിൽബോട്ട് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കോപ്പി ചെയ്ത ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വോയിസ് ഓവറായിട്ട് മാറ്റുക. ഇപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. സാംസങ് ഗാലക്സി M34 ആണ് നമുക്കപ്പോൾ ഫസ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതിൽ നോക്കിയിട്ട് തന്നെ പറയാം. ഓക്കെ, AMOLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ പറയാം, ഇതിൻ്റെ അത് മെയിനായിട്ട് 5G ആണ് വരുന്നത്. ഈ വിലയ്ക്ക് നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ബെസ്റ്റ് 5G ഫോൺ കിട്ടുകയാണ്, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 50 MB ആണ് വരുന്നത്. മെയിൻ ക്യാമറ 50 MB ആണ് വരുന്നത്. 8 MB വൈഡ് ആംഗിൾ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെക്ഷനായിട്ട് ഒരു വീഡിയോ ചെയ്യാം. മലയാളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളൊരു വെബ്സൈറ്റിൽ പോവുക, ഇതിന് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതെന്ത് ചെയ്യും, വോയിസ് ഓവർ തരും. ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ എടുക്കുക, അതിൻ്റെ അകത്ത് ഈ ഒരു വോയിസ് ഓവർ ആഡ് ചെയ്യുക. അതിനുശേഷം ആമസോണിൽ പോയി നമ്മുടെ വേണമെന്നുള്ളതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സോഴ്സിലൂടെ നമ്മളിപ്പോൾ അവരുടെ, ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് എടുത്ത്, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ഒരു സോഴ്സ് വഴി അവർ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷനാണ് ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കപ്പം ഫേസ്ബുക്ക് വഴി ചെയ്യാം. ഫേസ്ബുക്കിൽ ഇപ്പോൾ റീലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഉപയോഗം. കാരണം മിക്കവാറും ഈ ചൈനക്കാരന്മാരുടെ കുറേ വീഡിയോസ് ഉണ്ട്, കുഞ്ഞു ഷോർട്ട് വീഡിയോസ്. അതായത് ഉദാഹരണത്തിന് എന്താ പറയുക, വെജിറ്റബിൾ ക്ലീനിങ് ചെയ്യുന്ന ചെറിയ ബാസ്ക്കറ്റുകൾ, ഇതെല്ലാം ആമസോണിൽ കിട്ടും. നിങ്ങൾക്ക് അവരുടെ വീഡിയോ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അതൊരു എന്താ പറയുക, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കുകയോ വല്ലതും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ആമസോണിൽ നിന്ന് അതേ പ്രോഡക്റ്റ് തന്നെ കോപ്പി ചെയ്തിട്ട് ഇത് വാങ്ങാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞ് വയ്ക്കുക. ഇപ്പം ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ആമസോൺ എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡാണ്. ഓക്കെ, വേൾഡ് ഫുള്ളുള്ളത് കൊണ്ട് എന്തായാലും ആരെങ്കിലുമൊക്കെ വാങ്ങും. ഓക്കെ, ആരെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷനും കിട്ടും. അങ്ങനെയാണ് ഈ ആമസോണിൻ്റെയും, അതായത് അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നതേ ഈ സംഭവമാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. ഞാൻ കുറേ ഐഡിയാസ് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഗേളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതായത് ബെസ്റ്റ് മേക്കപ്പ് കിറ്റ്സോ ഇല്ലെങ്കിൽ ഡ്രസ്സസോ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് കൂടുതലായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബ് വീഡിയോ പോലെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഷോർട്സ് പോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കൂടെ അവരുടെ കമൻറ്റ് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേറൊരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ മൈക്ക്, ഓക്കെ, ഈ മൈക്ക് ഞാൻ പറയുകയാണ് യൂട്യൂബേഴ്സിന് ബെസ്റ്റായിട്ടുള്ള മൈക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിവ്യൂ ഇടുകയാണ്. ഈ മൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് എന്ത് ചെയ്യും, നേരെ പോയിട്ട് ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ മെസ്സേജ് വരും, ഓക്കെ ഇത്രയും പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്രയാണ് വരുമാനം. ഈ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ എത്തിക്കഴിയുന്ന ആ ഒരു നിമിഷം തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യും, നമുക്കിവിടെ ഒരു മെസ്സേജ് കാണും.
ഓക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മെസ്സേജ് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ വാങ്ങിച്ചാൽ വളരെ നല്ല ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആമസോണിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസിൽ ഇപ്പോൾ ആമസോണല്ല അഫിലിയേറ്റഡ് പ്രോഗ്രാമിനെ ഏത് ലെവലിൽ വേണമെങ്കിലും ആക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ബിസിനസ് പോലെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം, ഒരു കോസ്റ്റും ചിലവ് വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇപ്പോൾ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, ഇപ്പോൾ റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നത്, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. നമ്മൾ അൺബോക്സിങ് ഡ്യൂഡൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇപ്പം ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുന്നു, അതിൻ്റെ അൺബോക്സ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അപ്പോൾ അതുവഴിയും വരുമാനം കിട്ടും, യൂട്യൂബിൻ്റെ വീഡിയോസിൽ നിന്നും വരുമാനം കിട്ടും. ഇങ്ങനെയാണ് ഈ അഫിലിയേറ്റഡ് പ്രോഗ്രാം വഴി നിങ്ങൾക്ക് കാശുണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.